അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, ഇൻഷാ അല്ലാ നാം വളരെ മഹത്തായ ഒരു മാസത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്, ദുൽഹജ്ജ് മാസത്തിലേക്ക്. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്താണ്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് ഓരോ അവസരവും ഉപയോഗപ്പെടുത്തി അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരു സത്യവിശ്വാസി ശ്രമിക്കുന്നത്. അത്തരം ഏറ്റവും മഹത്തായ അവസരങ്ങളിലൊന്നാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന് വളരെ പ്രിയപ്പെട്ടവയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു പ്രത്യേക അമലിനെക്കുറിച്ചല്ല പറയുന്നത്. നമസ്കാരം, സദക്ക, ദിക്ർ, ഖുർആൻ പാരായണം, ഏത് സൽക്കർമ്മമായാലും ഈ ദിവസങ്ങളിൽ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക മഹത്വമുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസങ്ങളിൽ കൂടുതൽ ദിക്ർ ചെയ്യാൻ പഠിപ്പിച്ചത്. കൂടുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, കൂടുതൽ അല്ലാഹു അക്ബർ പറയുക. സ്വഹാബാക്കൾ ഈ ദിവസങ്ങളിൽ വീടുകളിലും വഴികളിലും യാത്രകളിലും തക്ബീറുകൾ വർദ്ധിപ്പിക്കുമായിരുന്നു. സഹോദരങ്ങളെ, സ്വഹാബാക്കൾ നബിയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും ഈ ദിവസങ്ങളിലെ അമലുകൾ ശ്രേഷ്ഠമാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ജീവനും സമ്പത്തും കൊണ്ടുപോയി ഷഹീദായി തിരികെ വരാത്ത ഒരാളെ ഒഴികെ. സുബ്ഹാനല്ലാഹ്, ഈ ദിവസങ്ങളുടെ മഹത്വം എത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു സൂറത്തുൽ ഫജ്റിൽ സത്യം ചെയ്തിരിക്കുന്നു, വൽ ഫജ്ർ വലയാലിൻ അഷ്ർ. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് ദുൽഹജ്ജിലെ 10 രാത്രികളെയാണ് സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിലെ വലിയ ആരാധനകളെല്ലാം ഈ ദിവസങ്ങളിൽ ഒരുമിക്കുന്നു. നോമ്പുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്, സിക്റുണ്ട്. അതുകൊണ്ടാണ് ഈ ദിവസങ്ങൾ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളായി വിശേഷിപ്പിക്കപ്പെട്ടത്. ഇതിൽ ഏറ്റവും മഹത്തായ ദിവസങ്ങളിലൊന്നാണ് യൗമു അറഫ. അറഫ ദിനത്തിലെ നോമ്പിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വർഷം കഴിഞ്ഞു പോയതും ഒരു വർഷം വരാനിരിക്കുന്നതുമായ ചെറിയ ചെറിയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. അല്ലാഹു അക്ബർ. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും വേണം. കാരണം പവിത്രമായ സമയങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾ കൂടുതൽ ഗുരുതരമാണ്. അതിനാൽ ഈ ദിവസങ്ങളെ വിലമതിക്കാം, കൂടുതൽ നമസ്കരിക്കാം, കൂടുതൽ ദിക്റ് ചൊല്ലാം, കൂടുതൽ തൗബ ചെയ്യാം. അള്ളാഹു ഈ മഹത്തായ ദിവസങ്ങളെ നമുക്ക് ഉപകാരപ്പെടുന്ന ദിവസങ്ങളാക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.